എൻ്റെ മദ്രസയിൽ വരുന്ന കുട്ടി, ദൂരത്തുള്ള എല്ലാം ഞാൻ പിന്നെ കാണാതെ കൊടുത്തതൊന്നുമില്ല. ഇപ്പോഴും വരുന്നുണ്ട്. വരുന്ന കുട്ടിക്ക് നടക്കാൻ കഴിയാതെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് അതിനൊരു മാറ്റം ലക്ഷങ്ങൾ കണക്കിന് ഉറുപ്യ ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു മാറ്റം നടക്കാൻ കഴിയില്ല. എടുത്തു കൊണ്ടുപോകണം. അല്ലെങ്കിൽ വേറെ ഒരാള് നല്ല സഹായം വേണം. ചെറിയ സഹായം പോരാ, രണ്ട് ഭാഗത്തും സഹായം വേണം. അങ്ങനത്തെ ഒരു കുട്ടിക്ക് നമ്മുടെ 95ഉം, കുട്ടി പറഞ്ഞാൽ ഒരു 10 12 വയസ്സുണ്ട്. 95ഉം അതുപോലെ ചാമ്പി തൈലായിരുന്നു. 95ഉം ചാമ്പി തൈലും അത് കൊടുത്തിട്ട് ഇപ്പോ ആ ഒരു വിദ്യാലയങ്ങളിലേക്ക്, സ്കൂളിലേക്കും മദ്രസയിലേക്ക് സ്വന്തം നടന്നു പോകുന്നുണ്ട്. അഥവാ വയനാടും കിടത്തി ചികിത്സയും 6 മാസത്തെ ഓരോ കോഴ്സുകളും വയനാടായിട്ടും കോഴിക്കോടിന്റെ ഏതൊരു ഭാഗം പറഞ്ഞിരുന്നു, അവിടൊക്കെ കിടത്തി ചികിത്സ 6 മാസം നിന്നിട്ട് ചികിത്സ നടത്തും. എന്നിട്ട് പോലും പ്രയാസം മാറാതെ ലക്ഷക്കണക്കിന് രൂപ അതുവഴി കടന്നു പോയി എന്നല്ലാതെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതിന് മാറ്റം വന്നത്. ഇപ്പൊ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ സ്വന്തമായിട്ട് പോകുന്നുണ്ട്. ആ പ്രയാസങ്ങള് 90% മാറി എന്നുള്ളതാ. ചിലപ്പോ ആ കുട്ടിയുടെ രക്ഷിതാവും ഈ മീറ്റിംഗ് ചിലപ്പോ കേൾക്കുന്നുണ്ടാവും. ഞാന് ഒരു മദ്രസ അധ്യാപകനാണ്. അതോടൊപ്പം ഒരു പള്ളിയിൽ ജോലി നിർവഹിക്കുന്നുണ്ട്. അതിനോട് കൂടെയാണ് നമ്മുടെ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അഥവാ നമ്മൾ എന്ത് ജോലി ചെയ്താലും ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. ഏതായാലും ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി എന്റെ വക ഒരു പരിചയപ്പെടുത്തല്. ഞാൻ കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ഓമാനൂർ എന്ന പ്രദേശത്താണുള്ളത്. ജോലി മറ്റൊരു നാട്ടിലാണ്. വളരെ നല്ല നിലക്ക് തന്നെയാണ് ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമ്മളെല്ലാവരും ഈ മൈലൈഫ് എന്ന നമ്മുടെ ഈ കുടുംബത്തിലേക്ക്, ഒരു കമ്പനി ആണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് ഞാനും റസാഖ് സാറും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോ ആ ചിരിക്കുന്ന പൂമുഖം ഇങ്ങനെ കാണുക. ഇതിൽ നമ്മൾ ഓരോ മീറ്റിങ്ങിലും പരിചയപ്പെടുന്നതായ ആളുകളെ പിന്നീട് നമുക്ക് കാണാൻ കഴിയും. ആ, നമ്മൾ ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ചിന്താഗതി വരും. നമ്മുടെ സ്നേഹവും സൗഹൃദവും ഐക്യവും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു കമ്പനി, ഒരു ബിസിനസ്, ഒരു മേഖല എന്നൊക്കെ പരിചയപ്പെടുത്തുന്നതിനെ പറ്റിയിട്ട് മറ്റുള്ള മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വ്യത്യസ്തതയാണ്. എവിടുന്ന് കാണുമ്പോഴും നമുക്ക് ഏത് ഓർഗനൈസ് വന്നതായാലും എവിടുന്ന് കാണുമ്പോഴും നമുക്ക് പരസ്പരം ബന്ധപ്പെടാനും എല്ലാത്തിനും ഒരു താല്പര്യം ഉണ്ടാവും. മറ്റുള്ളതായ ബിസിനസ് ആണെങ്കിൽ, മറ്റുള്ളതായ കച്ചവടങ്ങളാണെങ്കിൽ നമ്മുടെ ഒരു കട ഇട്ടു, അതിൻ്റെ അടുത്ത് മറ്റൊരു കട വരുമ്പോൾ നമുക്കതൊരു പ്രയാസമായിട്ട്, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടായി തോന്നും. എന്നാൽ ഇതിൽ നമ്മളോടൊപ്പം ഒരാൾ കൈപിടിച്ച് വരാന്, നമ്മളൊപ്പം ഒരാൾ ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ വിചാരിക്കുന്ന നമ്മളെ ആൾക്കാരെല്ലാം നമ്മളോടൊപ്പം ചേർന്ന് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോയാൽ നമുക്കും കാര്യമാണ്, അവർക്കും കാര്യമാണ്. കുടുംബ നിലവാരം, ജീവിത നിലവാരം, സാമ്പത്തികവും ശാരീരികവുമായ എല്ലാ നിലവാരങ്ങളും ഉയർത്താൻ പറ്റുന്നതാണ്. സാമ്പത്തികമല്ല, ശാരീരികമാണ് നമ്മുടെ മെയിനായിട്ട്. ഏതായാലും നമ്മൾ ഓരോരുത്തരും ഇതില് അറിഞ്ഞോ അറിയാതെയോ ആണ് നമ്മുടെ കമ്പനിയിൽ എത്തുന്നത്. ഒന്നുകിൽ കമ്പനിയുടെ വലിപ്പവും കമ്പനിയുടെ ബിസിനസിന്റെ സാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നവർ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വരുന്നവരുണ്ടാകും. എങ്ങനെയായാലും നമ്മൾ അറിഞ്ഞോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇതിലേക്ക് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാർ കൊണ്ടുവന്നോ, എങ്ങനെയെങ്കിലും ആയിരിക്കും നമ്മുടെ ഈ ബിസിനസ്സിൽ എത്തിപ്പെടുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണ വെള്ളിയാഴ്ച ഒരുപാട് ഉസ്താദുമാരൊക്കെ കയറുന്നവരാണ്. നമ്മളെ സംബന്ധിച്ച്, ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ തന്നെ ഈ ബിസിനസ് കൊണ്ടുപോകാൻ കഴിയും. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പള്ളി മദ്രസൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോകാന് ഞാൻ ഇതിലേക്ക് വരാനുള്ളതായ കാരണം നമ്മൾ ഉപയോഗിച്ച വസ്തുവിന് റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അതിന് റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഫസ്റ്റ് തന്നെ ഞാനൊരു പേസ്റ്റ് ഉപയോഗിച്ച് മോണവീക്കം മാറിയിട്ടാണ് നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ ഇതില് തെറ്റ്, കുറ്റങ്ങള്, മറ്റു കുറവുകള്, കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാം, ഏത് ബിസിനസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പലതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മൾ
കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങുന്നു, അത് മറ്റൊരാൾക്ക് വിൽക്കുന്നു. ഒരാള് നമ്മളെ കൂടെ കൈപിടിച്ച് വരുമ്പോ അവർക്ക് ഹോൾസെയിൽ ആയിട്ട് നമ്മൾ സാധനം കൊടുക്കുന്നു, അത് അവരും വിൽക്കുന്നു, അവർക്കും ലാഭം കിട്ടുന്നു, നമുക്കും കമ്പനി തരുന്ന അവരിൽ നിന്ന് വാങ്ങുന്ന ഒന്നും നമ്മൾക്ക് സ്വീകരിക്കാനും നമ്മൾ വാങ്ങുന്നുമില്ല. ഒരാൾ എന്റെ കൂടെ വരുമ്പോ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഐഡിയ കൊടുക്കുന്നത്. നമ്മൾ സാമ്പത്തികമായിട്ട് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവര് കച്ചവടം നടത്തുമ്പോൾ അവർക്ക് കമ്പനി ലാഭം കൊടുക്കും, നമുക്കും കമ്പനി ലാഭം തരും. ഈ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളെ ഐഡിയ അടിച്ചു, അവരിൽ നിന്ന് കുറച്ച് പണം വാങ്ങി, അത് പിന്നിലും മുന്നിലും സൈഡിലൊക്കെ ഉള്ള ആളുകളിലേക്ക് വിഹിതം വെച്ച് കൊടുത്ത്, അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മുടെ കമ്പനിക്ക് ഇല്ല എന്ന് ആദ്യം വരുന്നതായ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇതിൽ വന്നവർക്കൊക്കെ, ജോയിൻ ചെയ്തവർക്കൊക്കെ ആ വിഷയങ്ങളൊക്കെ അറിയും. അപ്പോൾ നമുക്ക് ഹലാലായ രൂപത്തിൽ തന്നെ ഈ ബിസിനസ് നടത്താൻ കഴിയുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളെല്ലാവരും ആ കാര്യങ്ങൾ വളരെ മനസ്സിലാക്കിയിട്ട് ഇന്ന് മീറ്റിങ്ങിന് വന്ന എല്ലാവരും, ഇനി വരാനിരിക്കുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളെ ലീഡേഴ്സും മറ്റു ആളുകളൊക്കെ പറയുന്നത് കേട്ട് നല്ല നിലക്ക് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. സ്നേഹബന്ധങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏതായാലും നമ്മൾ ആദ്യം തന്നെ, ഞാൻ എന്നെ പറ്റി പറയുമ്പോൾ ഇതിൽ എത്തിപ്പെട്ടതാണ്. നമ്മളൊരു പേസ്റ്റ് ഉപയോഗിച്ച് മൊണവീക്കം മാറി, അതുപോലെ നമ്മുടെ ലിവഗൈൻ ഉപയോഗിച്ച് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ മാറിയപ്പോ, എന്നാൽ എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ? ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ബന്ധപ്പെട്ടവര്, ഇങ്ങനെ പലർക്കും ഇങ്ങനത്തതായ പ്രയാസങ്ങൾ ഉണ്ടല്ലോ. ആ പ്രയാസങ്ങൾ അവർക്ക് മാറ്റി കൊടുത്താൽ, ആ മാറിയതായ അവസ്ഥയിൽ അവരെന്നും നമ്മളൊരു ഓർക്കലുണ്ടാകും. ആ, എന്റെ അസുഖം മാറിയത് ഇന്നയാള് ഇന്ന പ്രൊഡക്റ്റ് തന്നിട്ടാണ് എന്നുള്ളതായ ഒരു വിചാരവും ആരോട് കൂടെ റബ്ബിനെ അവരെ സ്തുതിക്കുമ്പോൾ നമുക്കും അതിന്റെ ഒരു പ്രതിഫലം കിട്ടുമല്ലോ. എന്നാൽ നമുക്ക് അതിലേക്ക് എത്തിച്ചു എന്നൊരു ഉപകാരം നമ്മൾ ചെയ്തു, മറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അവനവന്റെ പൈസ കൊടുത്ത് അവനവൻ വാങ്ങിയതാണ്. പക്ഷെ നമ്മൾ മുഖാന്തിരം അവർക്ക് അവരുടേതായ പ്രയാസം മാറുക എന്ന് പറഞ്ഞ വലിയൊരു നന്മയുള്ള കാര്യമാണ്. അതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ, ഏത് ബിസിനസ് ആയാലും ഒരു കച്ചവടമായാലും വാഹനമായാലും എന്തെന്നെ ആയാലും അതിലേക്കൊക്കെ ആളുകൾ വേണം. ആളുകളില്ലാഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് നടക്കൂല. നമ്മുടെ നാട്ടിലുള്ളതായ കച്ചവടമാണെങ്കിൽ അതിലേക്ക് ആളുകൾ വരാൻ വേണ്ടി പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലേക്ക് ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് അവരതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യും. എന്നതുപോലെ നമ്മോടൊപ്പം ആളുകൾ വന്നാൽ അവർക്ക് ഉപകാരം ഉണ്ടാകും, അതോടൊപ്പം നമുക്കും ഉപകാരം ഉണ്ടാകും. ഇങ്ങനത്തെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. എത്തിപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മളെ കമ്പനിയുടെ പ്രത്യേകതയാണ്, ഇതിൽ 3 പെടലുകളാണ്. ഒന്ന്, ആദ്യം തന്നെ എത്തിപ്പെടല. രണ്ടാമത് എത്തിപ്പെട്ടാ പിന്നെ കുറച്ചൊരു കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മളെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്താൽ മൂന്നാമതായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ആ രക്ഷപ്പെടലോടെ എത്തിയാൽ നമുക്ക് പിന്നെ നമ്മൾ ഫ്രീ ആണ്. നമ്മൾ ഫ്രീ ആണെങ്കിലും നമ്മുടെ ഒപ്പമുള്ള ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് വരും. ഏതായാലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതോടൊപ്പം ഒരു എളുപ്പമുണ്ടാകുന്ന ഖുർആനിലുണ്ടല്ലോ. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്, ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ടാകും. അതുപോലെയാണ്. എന്നാലും ആദ്യം നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് എത്തി വരുമ്പോൾ ആദ്യം മണലിൽ ചവിട്ടുന്ന മാതിരിയാ. കടപ്പുറത്ത് പോയിക്കാണ്ട് നമ്മള് നാട്ടിൻ പ്രദേശത്തുള്ള ആളുകള് കടപ്പുറത്ത് പോയി ആ കടപ്പുറത്തൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു കാല് മുന്നോട്ട് വെക്കുമ്പോൾ 2 കാല് പിന്നോട്ട് വെക്കുന്നതിന് സ്റ്റെപ്പ് മുന്നോട്ട് പോരാ. എന്നാൽ അതേ സമയത്ത് തന്നെ ആ കടപ്പുറത്ത് പന്ത് കളിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. എന്താ വെച്ചാൽ അവര് പരിശീലനം നടത്തി സ്ഥിരമായിട്ട് അവിടെ കളിക്കുന്നവരാണ്. അവർക്ക് ആ പന്ത് കളിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നമ്മളാണെങ്കിൽ ഓടിയാലോ മുന്നോട്ട് വീഴാന്നല്ലാതെ നടത്തം മുന്നോട്ട് പോകില്ല. അപ്പൊ ആദ്യം നമുക്ക് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പിടിച്ചു വലിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഓടി പോയി കുടുങ്ങണ്ട എന്നുള്ള ചിന്താഗതി ആയിരിക്കും. ഏതായാലും
നമ്മളെ കൂട്ടുകാരോ പലരും പറഞ്ഞ് പിന്നോട്ട് വലിക്കാനുള്ളതായ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അവരൊക്കെ ഇത് അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ജോലി എന്താ വെച്ചാൽ ഇതിനെ പറ്റി, നമ്മുടെ കമ്പനിയെ പറ്റി, നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താല് അവരും നമ്മോടൊപ്പം മുന്നോട്ട് തന്നെ പോരും. അപ്പൊ നമ്മുടെ കാല് പിന്നോട്ട് വലിക്കുന്ന, നമ്മളെ പിന്നോട്ട് പിന്തിരിപ്പിക്കുന്ന പലരും ഉണ്ടാവും. പലതായ കാരണങ്ങൾ പറയും. ഇതിന്റെ മസാലകള്, വിധിവിലക്കുകള്, കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യൂട്യൂബിൽ അടിച്ചാൽ ഇതിന്റെ മസാലകളും കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിയും. നമുക്കൊക്കെ ആലോചിച്ചാലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സാധാരണ ഒരു കച്ചവടം പോലത്തെ ഒരു കച്ചവടം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളും അതുപോലെ നമ്മൾ പോലത്തെ ധാരാളം ഉസ്താദുമാരും ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല ഒരു പ്രവൃത്തി ആയി നമുക്കിത് കണക്ക് കൂട്ടാൻ കഴിയും. അതോടൊപ്പം ഒരു സാമൂഹിക പ്രവൃത്തിയും ചാരിറ്റി പ്രവൃത്തിയൊക്കെ നമ്മുടെ നെയ്യത്തോട് പറയും. നമ്മുടെ എന്തിനും ഒരു നല്ല നെയ്യത്ത് ചെയ്താൽ, നല്ല ഉദ്ദേശത്തോട് കൂടെയാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്രദമാണ്. അതോടൊപ്പം ഉപയോഗിക്കുന്നവർക്കും ഉപകാരപ്രദമാകും. നമുക്കതിനെ കൂലിയും കിട്ടും. ഒരാളുടെ പ്രയാസം മാറ്റി കൊടുത്താൽ നമുക്ക് കഴിയുന്ന പ്രകാരം നമുക്ക് സാമ്പത്തികമായിട്ട് അവരെ ചിലപ്പോൾ സഹായിക്കാൻ പറ്റിക്കോണമെന്നില്ല. അവ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന അവരും സാധനം ഉപയോഗിച്ച് അവരുടെ അസുഖം മാറുകയും അതോടൊപ്പം അവർക്ക് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ സാമ്പത്തികമായിട്ട് അവരെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് അവരൊക്കെ സഹായിക്കാനും കഴിയും. ഇങ്ങനെ ചാരിറ്റി ആയിട്ടും എല്ലാ നിലക്കും നമുക്കിത് നമ്മുടെ നിയ്യത്ത് നന്നാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിലുള്ള മൈ ലൈഫ്. നമുക്കറിയാം നല്ല റൂട്ടുകൾ ഇതിനുണ്ട്. ധാരാളം റൂട്ടുകൾ നമ്മൾക്ക് GTS പോകുമ്പോൾ കാണാം. നല്ല ഒരു ആളുടെ മുൻപിൽ നല്ലൊരു ഹൈവേ ഇങ്ങനെ കാണാം. ആ ഹൈവേയുടെ നമുക്ക് നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വാക്കർത്ഥം. ഏതായാലും സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് നമ്മൾ ഐഡിയും കാര്യങ്ങളും ഒക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരാളോടും ഒരു 5 പൈസയും അതിനൊന്നും വാങ്ങുന്നില്ല. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ രോഗിയായിട്ട് വന്ന് നമുക്ക് ഡോക്ടറായിട്ട് മടങ്ങാൻ പറ്റും. ഞാനിപ്പോ ഒരു രോഗിയായിട്ട് അഥവാ ഒരു മോണവീക്കം, ഒരു ഗ്യാസ്, ഇങ്ങനത്തെ 2 കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഇതിൽ വന്നത്. ഇത് രണ്ടും മാറി. അപ്പൊ അതിന്റെ ഡോക്ടർ ഞാനായിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കൊടുക്കുമല്ലോ. അപ്പൊ അവര് അവരെ പ്രയാസം പറയുമ്പോ നമുക്ക് ആദ്യം ആദ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലീഡേഴ്സ് ഉണ്ടല്ലോ. എന്തിനും ഏതിനും ലീഡേഴ്സ് നമ്മളൊപ്പമുണ്ട്. ലീഡേഴ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സ്ഥലത്തേക്കും എത്താൻ കഴിയും. അപ്പൊ നമുക്ക് എന്തിനും ലീഡേഴ്സിനോട് ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ ഒന്നോ രണ്ടോ വട്ടം അവരോട് ചോദിച്ചാൽ ബാക്കി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ എന്നെ എന്റെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കൊടുത്ത, നമ്മൾ ഉപയോഗിച്ച വസ്തുക്കളുടെ ഒക്കെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് മാറി കിട്ടിയ ആൾക്കാർ എത്രയോ നമ്മളെ പറ്റി ഇപ്പോഴും ചിന്തിക്കുന്നതാണ്. ചിലപ്പോ നമ്മള് അതിന്റെ ശേഷം അവരെ കണ്ടിട്ടേ ഉണ്ടാവൂല. എന്നാലും അവർ ഇപ്പോഴും ചിന്തിക്കുന്നതാണ്, ആ ഇന്നൊരാള് നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നതുകൊണ്ട് നമുക്കത് വലിയൊരു ഉപകാരമായല്ലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സുഖം ഇതിനുണ്ട്. നമ്മൾ തന്നെ പിന്നെ ഇതിന്റെ കൂടെ നമ്മളെ കളിയാക്കാൻ ആൾക്കാരുണ്ടാകും, മോശമാക്കാൻ ആൾക്കാരുണ്ടാകും. ഇതൊന്നും നമ്മൾ എന്താവരുത്, മെയിൻറ്റെയിൻ ചെയ്യരുത്. നമുക്ക് നമ്മളതായ റൂട്ട് ഉണ്ട്. ആ റൂട്ട് കണ്ടുപിടിച്ചാൽ പിന്നെ ആ റൂട്ടിലൂടെ തന്നെ പോകണം. ഇപ്പൊ നമുക്കറിയാം നമ്മളെ ഹൈവേ ഒക്കെ വന്നു, ഓപ്പൺ ആവാൻ നിൽക്കാം. ഹൈവേ മേലെ അങ്ങോട്ട് വാഹനം കയറ്റിയാൽ പിന്നെ അപ്പുറത്തുള്ള വാഹനക്കാരനെ നമ്മൾ നോക്കണ്ട. വൺ സൈഡ് അല്ല, നമ്മള് സ്പീഡിൽ പോകണമെങ്കിൽ ട്രാക്ക് മാറ്റി നമുക്ക് പോകാൻ പറ്റും. മുന്നിലുള്ള വാഹനം പോയിട്ടേ നമുക്ക് പോകാവൂ എന്നൊരു ചിന്താഗതി ഒന്നും വെക്കാതെ നമുക്ക് എത്രത്തോളം ബിസിനസ്സിൽ മുന്നേറാൻ കഴിയും, സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കാം. വിശാലമായിട്ട് കോടാനക്കോടി രൂപയുടെ ബിസിനസ് നടത്തുന്ന കമ്പനിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ളത്. ഒരു 5 പൈസക്കും മുടക്കില്ലാതെ. എന്ന് ഇനി വാഹനം ഓടിക്കുന്നത് നമ്മുടെ കടമയാണ്. അത് ഏത് സൈഡിലുള്ള റോഡിലാണോ, അല്ല പോക്കറ്റ് റോഡിലാണോ, അതിന്റെ സർവീസ് റോഡിലാണോ, അല്ലെ ഹൈവേമേ കയറിയിട്ട് ഏറ്റവും അപ്പുറത്തുള്ള ട്രാക്കിൽ കയറണോ, ഏത് ട്രാക്ക് കൂടെ എങ്ങനൊക്കെ സ്പീഡിൽ ഏതൊക്കെ നിലക്ക് ഓട്ടണം തീരുമാനിക്കൽ നമ്മളാണ്. ഡ്രൈവർ നമ്മളാണ്. നമുക്ക് ഇതിലുണ്ടല്ലോ ബോസ് ഇല്ല, മറ്റു കാര്യങ്ങളില്ല, എല്ലാം പറയണ്ടല്ലോ.
അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് എത്രയും പെട്ടെന്ന് മുന്നോട്ട് ഗമിക്കാൻ, അടുത്തടുത്ത റാങ്കുകൾ ചേഞ്ച് ചെയ്യാൻ എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിച്ചാൽ കഴിയും. നമുക്ക് അതിനുള്ളതായ പക്വതയും പാകതയും മറ്റു കാര്യങ്ങളും ട്രെയിനിങ്ങും എല്ലാം കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് എപ്പോഴും ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും. ആ ലീഡേഴ്സിന്റെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ വിജയങ്ങളിലേക്ക് എത്താൻ കഴിയും. നമ്മൾ കാണുന്ന നമ്മള് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാല്, ഇപ്പോ ഒരാളെ കണ്ടുമുട്ടിയാൽ പരിചയപ്പെടുക. പരിചയപ്പെട്ടിയാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടി ഇതാ. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം പരിചയപ്പെട്ടാൽ ഒരാൾ എങ്ങനായാലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ നിൽക്കും. അപ്പൊ അവരെ പ്രയാസങ്ങളും നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒരു കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കണം, നമ്മളെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തണം. ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുമ്പോൾ ഏതായാലും അവർ നമ്മളൊപ്പം ഉണ്ടാകും. അവർക്ക് വേണ്ട പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ടാകും. അപ്പൊ അവരവരെ പ്രയാസം പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ഒന്ന് എത്തിച്ചു കൊടുത്താൽ അത് ഉപയോഗിച്ച് നമ്മോടൊപ്പം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ അവർ തയ്യാറാകും. അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ നമ്മുടെ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ബിസിനസ്സിലേക്ക് നമുക്ക് പല ആളുകളെയും എത്തിക്കാൻ കഴിയും. നമ്മൾ കാരണമായിട്ട് അവർക്ക് ഉന്നത ജീവിത നിലവാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ, നല്ല ഓപ്പർച്യൂണിറ്റി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ കഴിയും. അങ്ങനത്തെ നല്ല ഒരു കമ്പനിയിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമ്മൾ അറബിയിലുണ്ടല്ലോ, യദുല്ലാഹി അലൽ ജമാ, കൂട്ടിപ്പിടിച്ചാൽ ഒരു ജമാഅത്തിന്റെ ഒരു കൂട്ടത്തിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. കൂട്ടി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ഒപ്പമുള്ള ആളുകളെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും കൂടെ നിന്ന് നമ്മളും അവരും കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം, എല്ലാ റാങ്കുകളും ചേഞ്ച് ചെയ്യാനും നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും പറ്റും. എല്ലാത്തിനും കൂട്ടമായ പ്രവർത്തനത്തിനും കൂട്ടമായ പ്രാർത്ഥനകൾക്കും എല്ലാത്തിനും പ്രതിഫലം കൂടുതലാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂട്ടത്തിൽ ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റും മെച്ചവും നമ്മളോട് പറയുന്നതും ആവശ്യപ്പെടുന്നതും. അതേ പ്രകാരം തന്നെയാണ് മൈലൈഫ്. നമ്മൾ കൂട്ടമായി ചെയ്താലേ അതിൻ്റെതായ എല്ലാ റിസൾട്ടുകളും എളുപ്പത്തിൽ നമുക്ക് കിട്ടാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഞാനിപ്പോ ഓമാനൂര് ഒരു കട തുടങ്ങി. ഓമാനൂര് ഒരു കട തുടങ്ങി. അത് ഞാൻ എന്നോട് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു 100 റുപ്യക്ക് വാടകയ്ക്ക് കൊടുത്തു. എന്നാൽ അതിന്റെ നേരെ അപ്പുറത്തുള്ള ടൗണിൽ വേറൊരു കട തുടങ്ങി. അതും വേറൊരാൾക്ക് 100 റുപ്യക്ക് വാടകയ്ക്ക് കൊടുത്തു. എന്നും വൈകുന്നേരം 100 റുപ്യ തരണം. അതിന്റെ അപ്പുറത്ത് അങ്ങനെ നമ്മൾ എത്ര കട വെക്കുന്നോ അതിൽ നിന്നൊക്കെ ഓരോ 100 രൂപ വന്നാല്, ഞാൻ ഇടവണ്ണ കോമാനൂരിൽ നിന്ന് കൊണ്ടോട്ടി എത്തുന്നതിന് മുമ്പായിട്ട് ഒരു 10-15 കടകള് ആദ്യം സെറ്റ് ചെയ്താൽ അതിൽ നിന്ന് 1000-1500 രൂപ എനിക്ക് വരും. അത് ഒരു കടമേൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 100 രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ നമ്മൾ നമ്മളോടൊപ്പം പലതായ ആളുകളെയും എത്തിച്ച് അവരോടൊക്കെ ബിസിനസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരും നമ്മളും കൂടിച്ചേർന്ന് ബിസിനസ് ചെയ്താൽ ഇഷ്ടംപോലെ വരുമാനവും നമുക്ക് ഉണ്ടാക്കാൻ ഇതിൽ കഴിയും. എല്ലാ വിഷയത്തിലും ആളുകൾ കൂടുമ്പോൾ തന്നെ, അംഗസംഖ്യ കൂടുമ്പോൾ തന്നെയാണ് രാജ്യങ്ങളായാലും പ്രവർത്തനങ്ങളായാലും കമ്പനികളായാലും എല്ലാത്തിനും മെച്ചം കിട്ടുക. രാജ്യത്തിന്റെയും ഒരു മെച്ചം അവിടെ ജനസംഖ്യ കൂടുക എന്നുള്ളതാണ്. ആ ജനസംഖ്യ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ ആ രാജ്യത്ത് കഴിയും. എന്നതുപോലെ നമ്മുടെ ജോലി നൽകുക എന്നുള്ളത് നമ്മുടെ കമ്പനി ഏറ്റെടുത്തതാണ്. ജോലി ചെയ്യുക എന്നുള്ളത് നമ്മളും ഏറ്റെടുത്താൽ നമുക്ക് വളരെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഇതില് ധാരാളം നമുക്ക് ലാഭങ്ങൾ കിട്ടും. പക്ഷെ വെറുതെ ആർക്കും എന്താവില്ല, ലാഭമൊന്നും കിട്ടൂല. വെറുതെ കിട്ടുന്ന പൈസ നമുക്ക് ഒരിക്കലും ഹലാലാകൂല. അതിനക്ക് വേറെ പല പേരുകളും പറയും. മണി ചെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ വഴി പോകും. നമ്മള് ജോലി ചെയ്ത് ആ ജോലിക്കുള്ളതായ പ്രതിഫലമായിട്ടാണ് നമുക്ക് കമ്പനി തരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഹലാലാണെന്ന് നമുക്ക് എന്താക്കാം, വിശ്വസിക്കാൻ പറ്റും. അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ബിസിനസ്സാണ്
ഈ ബിസിനസ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഈ ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ് നടത്തുന്നത് വെച്ചാല് നമ്മളെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് നടത്തിയാല് ആ ഹോം മീറ്റിംഗിലേക്ക് നമ്മുടെ വീട്ടുകാര്, നമ്മുടെ അയൽവക്കക്കാര്, നമ്മളെ ബന്ധക്കാര് ആരൊക്കെ വിളിച്ചു, അവരെ വീട്ടിലൊക്കെ എല്ലാരും എല്ലാ ദിവസവും പല്ല് തേക്കുന്നവർ തന്നെ. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് അവർ പേസ്റ്റ് വാങ്ങിക്കോളും. എല്ലാവരും വീട്ടില് പാത്രം കഴുകുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ഡിഷ് വാഷിന്റെ കട്ടേ അല്ലെ അതിന്റെ ലിക്വിഡോ കാര്യങ്ങളോ വാങ്ങിക്കോളും. എല്ലാ വീട്ടിലും ബാത്റൂം കഴുകുന്നുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് ടോയ്ലറ്റ് ക്ലീനർ വാങ്ങിക്കോളും. അപ്പൊ നമ്മൾ ഒരു ഹോം മീറ്റിംഗ് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടുകാർക്ക് തന്നെ വീട്ടിൽ വന്ന് തന്നെ കച്ചവടം നടത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അങ്ങനെയും കഴിയും. എല്ലാ നിലക്കും നമ്മൾ സാഹചര്യം ഒരുക്കൽ നമ്മളെ ബാധ്യതയാണ്. ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ വാഹനം വേണം. വാഹനം ഉണ്ടാക്കലും അത് പറഞ്ഞൊപ്പിക്കലും അത് ശരിപ്പെടുത്തലൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നമ്മളെ കയ്യിൽ എപ്പോഴും മൂർച്ചയുള്ള ആയുധം ഉണ്ടായാൽ നമുക്ക് എളുപ്പത്തിൽ അത് ക്ലിയർ ആക്കാൻ കഴിയും. നമുക്കറിയാം, റോട്ടില് ഓരോ പോസ്റ്റ് കാണാം. ആ പോസ്റ്റുമേലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റുകൾ ഉണ്ടാവും. ലൈറ്റ് ഉണ്ടാകുമ്പോൾ റോട്ടിലൂടെ നമ്മളെ ടോർച്ചും കാര്യങ്ങളും ഇല്ലെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്തേ? ഓരോ പോസ്റ്റുമേൽ ലൈറ്റ് ഉണ്ട്. നമുക്ക് ഒന്നിന്റെ കാഴ്ച മറയുമ്പോഴേക്ക് അടുത്ത ലൈറ്റ് നമ്മൾ എടുത്തും. അത് പ്രകാരം നമ്മള് ഓരോന്നും ഇങ്ങനെ പഠിക്കുകയും അതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് അത് പകർന്നു കൊടുക്കുകയും അവരെ ബിസിനസ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്താല് നമുക്കൊക്കെ നല്ല നിലയിൽ വിജയിക്കാൻ കഴിയും. ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. നമ്മുടെ മുന്നോട്ടുള്ളതായ ഗമനത്തിന് അത് ഏറ്റവും നല്ല സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. നമുക്കറിയാം, നമ്മുടെ ഒരു കത്തിയായിട്ട് ഒരാൾ കാട്ടിലിറങ്ങുകയാണെങ്കിൽ, എന്നും മൂർച്ച കൂട്ടി ഇറങ്ങുകയാണെങ്കിൽ അതുണ്ടാകും. ഒരുപാട് മരങ്ങൾ വെട്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ, കാട് വെട്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. മൂർച്ച കൂട്ടാതിരുന്നാല് അതുകൊണ്ട് എത്ര വെട്ടിയാലും കൈ വേദനാവുക എന്നല്ലാതെ വെട്ടൽ നടക്കും, കാര്യങ്ങൾ നടക്കൂല. എന്നതുപോലെ നമ്മൾ ഇതിന്റെ മീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം നമുക്കൊപ്പം വന്നതായ ആളുകളെ മീറ്റിങ്ങിലും മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുപ്പിച്ച് അവരെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കുകയും നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു ബിസിനസ് കഴിയും. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ മാർഗങ്ങൾ ഓരോരുത്തർക്കും പലതായിരിക്കും. എന്നാലും അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും നമ്മൾ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വാഹനം നിയന്ത്രണം കാര്യങ്ങൾ ഒക്കെ നമ്മുടേതാണ്. അപ്പൊ നമ്മൾ ഒരാളെ കാത്തിരുന്ന് അവര് വരട്ടെ അല്ലെങ്കിൽ ഇവര് വരട്ടെ എന്നുള്ളതായ ചിന്താഗതികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് ഒരു വാഹനം കിട്ടിയിട്ടുണ്ട്. ആ വാഹനം എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളത്. അപ്പൊ വഴിയിൽ പല തടസ്സങ്ങളുണ്ടാകും. ആ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം. വഴിയുള്ള തടസ്സങ്ങൾ പലതായിട്ട്, ഒന്നുകിൽ നമ്മളെ കൂട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കുടുംബക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരായിരിക്കും. ആരുമായാലും അവർ ആ തടസ്സങ്ങൾ മാറ്റൽ നമ്മളെ കമ്പനിയെ പരിചയപ്പെടുത്തിയിട്ടാണ്. കമ്പനിയെ പരിചയപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് പല തടസ്സങ്ങളും വരുന്നത്. ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ കമ്പനിയുടെ പ്രൊഡക്റ്റും കമ്പനിയുടെ നിലവാരങ്ങളും കമ്പനി നമുക്ക് തരുന്ന വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോടൊപ്പം ചേർന്ന് അവരും നമ്മുടെ ഈ ഗമനത്തിൽ ഒരു അംഗമായിട്ട് ചേരും. അത് നമുക്ക് വലിയ ഉപകാരവും പ്രതീക്ഷയും ആശ്വാസവുമായിട്ട് മാറും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വിട പറയും. ഇത് നാട്ടിൽ നിന്ന് പോവാനുള്ളവരാണല്ലോ. പോകുന്ന സമയത്ത് നമുക്ക് ഒരു നോമിനിയായിട്ട് നമ്മുടെ ആരെങ്കിലും വെച്ചിട്ടുണ്ടാവും. അവർക്ക് അതൊരു ഉപകാരപ്പെടും. നമുക്കറിയാം, നമ്മളെ കൂട്ടത്തിൽ തന്നെ പലരും മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ നോമിനിക്ക് അതിൻ്റെതായ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. അപ്പൊ നോമിനിക്ക് കിട്ടുക എന്നുള്ളത്, ഇപ്പൊ ഗവൺമെന്റ് ജോലിയാണെങ്കിലും ഭാര്യ മരിച്ചാൽ ഭർത്താവിന് പകുതി കിട്ടും, ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യക്ക് പകുതി ശമ്പളം ഉണ്ടാകും. എന്നാൽ നമ്മളില് അങ്ങനെയല്ല. ഈ വർക്ക് ചെയ്യുന്ന ആരാണോ അവർക്ക് എത്ര കിട്ടുന്നുണ്ടോ, അവരുടെ വരുമാനം എന്താണോ, അതന്നെയാണ് നോമിനിക്കും
കിട്ടുക. നമ്മളെല്ലാവരും ഐഡിയ അടിക്കുമ്പോൾ നോമിനി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിച്ച് ചെയ്താൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ധാരാളം ഉസ്താദുമാരുണ്ടാകും. അപ്പൊ അവനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഹറാമായ ഒരു സംഗതിയും ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ പീടികകളിൽ പോയിട്ട് നമ്മൾ 10 രൂപേന്റെ ഒരു ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ആ ബിസ്ക്കറ്റ് നമ്മൾ പീടികക്കാരനോട് അറിയാത്ത മാതിരി ഇതിന് എത്ര വില ചോദിച്ചാൽ അതിന്മേൽ വില ഉണ്ട് എന്നാ പറയാം. നമുക്കതൊന്ന് മറിച്ച് നോക്കിയാൽ അതിന്മേൽ വില കാണും, 10 രൂപ. ആ 10 രൂപ നമ്മൾ കടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നേരെ അപ്പുറത്തുള്ള ടൗണിൽ നിന്ന് ഹോൾസെയിൽ കടയിൽ നിന്നായിരിക്കും അവർ വാങ്ങിയിട്ടുണ്ടാവുക. ആ വാങ്ങിയ സാധനം 8 രൂപക്കോ 9 രൂപക്കോ ആയിരിക്കും. അതിന്റെ അപ്പുറത്തെ ഹോൾസെയിൽ അവർ വാങ്ങിയിട്ടുള്ളത് അത് 8 രൂപക്കോ 7 രൂപക്കോ ആയിരിക്കും. അതിന്റെ ഇടയിലുള്ളതായ ആളുകൾക്ക് കൊടുക്കുന്ന വരുമാനം കമ്പനി നേരിട്ട് നമുക്ക് തരുന്നു. ഈ ഒരു മാറ്റം മാത്രമാണ് ഇതിലുള്ളത്. അപ്പൊ എല്ലാവരെയും നല്ല നിലയിൽ ജീവിത നിലവാരം ഉയർത്തുക എന്ന നല്ലൊരു സതുദ്ദേശമാണ് കമ്പനിയുടെ പക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളത്. അതിലൊരു അംഗമാകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യവും നമ്മുടെയൊക്കെ ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായ കാര്യങ്ങൾ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഹറാമല്ല ഹലാലാണ് എന്നുള്ളതായ സാധാരണ നമ്മളെ നാട്ടിൽ നടക്കുന്ന കച്ചവടം എന്താണോ അത് തന്നെയാണ് ഈ കച്ചവടം എന്ന് മനസ്സിലാക്കിയിട്ട്, ഇത് ഓൺലൈനാണ്, അത് നമ്മള് എല്ലായിടത്തും കച്ചവടം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മളെ നാട്ടിൽ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ അവരിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുന്നില്ല. നമ്മളല്ലെങ്കിൽ മറ്റൊരാളെ മുഖേന നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തുന്നത് ഉറപ്പാണ്. ഉദാഹരണത്തിന് ഞാന് എന്റെ കുടുംബക്കാരെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ മൈ ലൈഫിന്റെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും, എലമെന്റ്സിന്റെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇത് ആരെ തന്ന് ചോദിക്കുമ്പോൾ എന്റെ അടുത്തുള്ള താത്തന്നോ അല്ലെ ചേച്ചിന്നോ അല്ലെ ചേട്ടനെന്നോ ആരെങ്കിലും തന്നതായിട്ടായിരിക്കും പറയാം. എന്തേ, നമുക്കത് കൊടുത്തുവിടായിരുന്നോ? നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നു, പക്ഷെ നമുക്ക് കൊടുക്കാൻ നമ്മളവിടെ എത്തിയിട്ടില്ല. നമ്മളെ മടി കാരണത്താലോ മറ്റെന്തെങ്കിലും കാരണത്താൽ നമ്മൾ അവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബക്കാരൻ ആ മീറ്റിങ്ങിൽ എണീറ്റ് നിന്നിട്ട് ബ്രോൺസ് ആയതോ സിൽവർ ആയതോ അല്ലെങ്കിൽ സ്റ്റാർ ആയതോ TC ആയതോ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ആലോചിക്കും അവരെ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ. നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാന്, നമ്മുടെ കമ്പനിയിലേക്ക് വരാന് നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ കുടുംബത്തില് നമ്മുടെ കൂട്ടുകാരില് പലരും ഉണ്ട്. പക്ഷെ അവരിലേക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി എത്തിക്കാത്തത് കൊണ്ട് അവരെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. അപ്പൊ അവരും ആരും അമാന്തിച്ച് നിൽക്കാതെ അഥവാ ആലോചിച്ച് നിൽക്കാതെ നമ്മൾ കയ്യിൽ കിട്ടിയതായ ഈ പ്രൊഡക്റ്റും അതുപോലെ ബിസിനസ് അവസരവും മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തി അവരെയൊക്കെ ഈ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ നമുക്കും അവർക്കും ഉപകാരമാകും. ഇനി നമ്മൾ ഒരു പക്ഷെ നിർത്തിപ്പോയി എന്ന് പ്രതീക്ഷിച്ചാൽ അവര് നിർത്തിയിട്ടില്ല, നമ്മുടെ മുമ്പിലുള്ളതായ പലരും നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർത്തേണ്ട ആവശ്യമൊന്നും ഈ വിഷയത്തിനില്ല. അഥവാ മുന്നിൽ ഒരാളില്ലെങ്കിൽ പിന്നിലെ ആൾക്ക് നിൽക്കാൻ പറ്റൂല എന്നുള്ളത് ഇതിന്റെ ബാധകല്ല. ട്രെയിന് മാതിരി, ട്രെയിന് മുമ്പിൽ ജോയിൻ ബോഗിയുണ്ട്, എഞ്ചിനിന്റെ കൊളത്തി കൊളത്തിയാണ് എന്താണ് ഓരോ ബോഗികളും വരുന്നത്. എഞ്ചിൻ വേർപെട്ടാൽ പിന്നെ ബോഗികൾക്ക് സ്വയം മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഇതിനങ്ങനല്ല, എല്ലാം എഞ്ചിനുകളാണ്. ആ ഓരോ എഞ്ചിനും ഓരോന്നിനോടും ഇങ്ങനെ സാമ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വരികയെന്നേ ഉള്ളൂ. ആ മുന്നിലെ എഞ്ചിൻ ഇല്ലെങ്കിൽ ബാക്കിലെ എഞ്ചിൻ പ്രവർത്തിച്ചോളും. വിമാനത്തിനൊക്കെ എക്സ്ട്രാ വെച്ച മാതിരി നമ്മുടെ മുന്നിലെ ആളില്ലെങ്കിലും പിന്നിലെ ആളില്ലെങ്കിലും സൈഡിലെ ആളില്ലെങ്കിലും നമുക്ക് എന്താക്കാം, ഒറ്റക്ക് പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിന് കഴിയും. അങ്ങനത്തേതായ ബൈലമാണ് നമ്മുടെ കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം ആളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂട്ടിപ്പിടിക്കുമ്പോൾ ഒപ്പത്തിന് ആളുണ്ടാകുമ്പോൾ നമുക്കത് എളുപ്പമാണ്. ഏത് വിഷയത്തിനും അങ്ങനെ തന്നെയാണ്, ഒത്തുപിടിച്ചാൽ മലയും പോരുന്നാണല്ലോ. അപ്പൊ സാമൂഹികമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും മുന്നോട്ട് പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല വിജയങ്ങൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ നമ്മുടെ മീറ്റിംഗിൽ 363 ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണ്, നമുക്ക് പറ്റിയ നല്ല ഒരു ബിസിനസ്സാണ്. ഒരു നിലക്കും ഇതിൽ മറ്റ് പ്രയാസങ്ങളോ ചതികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ല നിലക്ക് കൊണ്ടുപോകാനും കഴിയും, നമ്മുടെ വീട്ടുകാർക്ക് ഉപയോഗിക്കാനും കഴിയും. അതോടൊപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയും
മറ്റുള്ളവരെ ആരോഗ്യസ്ഥിതിയും നല്ല നിലക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും കഴിയും. ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് എന്ത് പ്രയാസപ്പെട്ടാൽ എൻ്റെ ഒരൊറ്റ കാര്യം പറഞ്ഞ് മാത്രം ഞാൻ നിർത്താണ്. ഇപ്പൊ എനിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, 3 ബ്ലോക്ക്. അത് 2 എന്തായിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തതിന്റെ കൂടെ ഈ ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്ക് പ്രത്യേകത ഉണ്ട്, അടുത്തുള്ള ബെഡിലെ ആൾക്കാരൊക്കെ പെട്ടെന്ന് പരിചയപ്പെടും. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന അതിലല്ലോ, അടുത്തുള്ള ആൾക്കാരെ പെട്ടെന്ന് പരിചയപ്പെടും. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അവിടുന്ന് തരുന്ന മരുന്നിനോടൊപ്പം തന്നെ നമ്മുടെ വെൽഹാർട്ട് കഴിച്ചു. ആ കഴിക്കലോട് കൂടെ പ്രയാസങ്ങളൊക്കെ മാറി. എൻ്റെ കൂടെ ഓപ്പറേഷൻ ചെയ്തിരുന്ന പലർക്കും ഞാൻ വിളിച്ചിരുന്നു. അവർക്കൊക്കെ ഊരവേദന, പെരടി വേദന, കൈവേദന ഇത് 2, 3, 4 മാസം തുടർന്നു കൊണ്ടേയിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പ്രയാസേ വന്നില്ല. പിന്നെ അതിന്റെ കൂടെ വെൽഹാർട്ട് കഴിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വെൽഹാർട്ട് കഴിക്കലോട് കൂടെ ആ പ്രയാസങ്ങൾക്കൊക്കെ എന്തായി, മാറ്റം വന്നു. എനിക്ക് കൈവേദന, മുട്ടുവേദന അല്ലെങ്കിൽ പെരടി വേദന മറ്റു കാര്യങ്ങളൊന്നും വരാതെ വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ നമുക്ക് ആർക്കായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം കിട്ടും. അനുഭവിച്ചറിയുമ്പോൾ വളരെ ധൈര്യത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പണ്ടൊരു മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു, എൻ്റെ മദ്രസയിൽ വരുന്ന കുട്ടി, ദൂരത്തുള്ള എല്ലാം ഞാൻ പിന്നെ കാണാതെ കൊടുത്തതൊന്നുമില്ല, ഇപ്പോഴും വരുന്നുണ്ട്. വരുന്ന കുട്ടിക്ക് നടക്കാൻ കഴിയാതെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് അതിനൊരു മാറ്റം, ലക്ഷങ്ങൾ കണക്കിന് ഉറുപ്യ ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ടൊരു മാറ്റം, നടക്കാൻ കഴിയില്ല, എടുത്തു കൊണ്ടുപോകണം. അല്ലെങ്കിൽ വേറെ ഒരാള് നല്ല സഹായം വേണം. ചെറിയ സഹായം പോരാ, 2 ഭാഗത്തും സഹായം വേണം. അങ്ങനത്തെ ഒരു കുട്ടിക്ക് നമ്മുടെ 95ഉം, കുട്ടി പറഞ്ഞാൽ ഒരു 10, 12 വയസ്സുണ്ട്, 95ഉം അതുപോലെ നമ്മുടെ 95 തന്നെ മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 95 തന്നെ കൊടുത്തിട്ട് ആ കുട്ടി നടന്ന്, അതുപോലെ ചാമ്പ്യതയിലായിരുന്നു, 95ഉം ചാമ്പ്യതയിലും അത് കൊടുത്തിട്ട് ഇപ്പോ അവരുടെ വിദ്യാലയങ്ങളിലേക്ക്, സ്കൂളിലേക്കും മദ്രസയിലേക്ക് സ്വന്തം നടന്നു പോകുന്നുണ്ട്. അഥവാ വയനാടും കിടത്തി ചികിത്സയും 6 മാസത്തെ ഓരോ കോഴ്സുകളും, വയനാടായിട്ടും കോഴിക്കോടിന്റെ ഏതൊരു ഭാഗം പറഞ്ഞിരുന്നു, അവിടൊക്കെ കിടത്തി ചികിത്സ 6 മാസം നിന്നിട്ട് ചികിത്സ നടത്തി. എന്നിട്ട് പോലും പ്രയാസം മാറാതെ ലക്ഷക്കണക്കിന് രൂപ അതുവഴി കടന്നു പോയി എന്നല്ലാതെ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അതിന് മാറ്റം വന്നത്. ഇപ്പൊ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ സ്വന്തമായിട്ട് പോകുന്നുണ്ട്. ആ പ്രയാസങ്ങള് 90% മാറി എന്നുള്ളതാണ്. ചിലപ്പോ ആ കുട്ടിയുടെ രക്ഷിതാവും ഈ മീറ്റിംഗ് ചിലപ്പോ കേൾക്കുന്നുണ്ടാവും. അപ്പോ ഉള്ളത്, നമുക്ക് എന്ത് പ്രയാസമാണെങ്കിലും അതിനനുസരിച്ചുള്ള കോമ്പിനേഷനിൽ കൊടുക്കണം, സാധനം കൊടുക്കണം എന്നേ ഉള്ളൂ. അതിന് നമ്മൾ ലീഡേഴ്സ് നമുക്ക് ഉണ്ടല്ലോ, ഏത് കോമ്പിനേഷൻ നമുക്ക് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ മോർണിംഗ് മീറ്റിങ്ങിൽ എത്തിയാലും നമ്മളിങ്ങനെ റിസൾട്ട് ഓരോരുത്തരും പറയുമ്പോൾ അത് എഴുതി വെച്ച് അതിലൂടെ നമുക്ക് എന്താക്കാം, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനം ഒന്നുകൂടി, നമ്മൾ വന്നപ്പോ ഇല്ലാത്ത ഒരുപാട് പേര് വന്ന് ചേർന്നിട്ടുണ്ട്. അവർക്ക് ഒരു പരിചയപ്പെടുത്തൽ കൂടി. ഞാന് ഓമാനൂര് സ്വദേശിയാണ്, കൊണ്ടോട്ടിയുടെ അടുത്താണ്. ഒരു പള്ളിയിൽ മദ്രസയിലാണ് വർക്ക് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ മൈ ലൈഫും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ജോലിക്കൊന്നും ഒരു തകരാറുമില്ലാതെ നല്ല നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. എൻ്റെ ഓർഗനൈസേഷനായിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് പുതിയതായിട്ട് DTC എന്ന ഈ നല്ലൊരു റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് എൻ്റെ ലീഡേഴ്സിന്, നമ്മുടെ നാട്ടിലുള്ള ഉസ്മാൻ ഉസ്താദ്, അതുപോലെ വാപ്പുട്ടി, അതുപോലെ ചെറു സാറ്, റഫീസ് സാറ്, ഉമർ സാറ്, ഇങ്ങനെയാണ് എൻ്റെ ലീഡേഴ്സ് ഇങ്ങനെ പോരുന്നത്. അതുപോലെ എൻ്റെ കൂടെയുള്ള ഓർഗനൈസേഷനായിട്ട് വരുന്ന പലരും ഉണ്ട്, കട്ടക്ക് സപ്പോർട്ട് വെക്കുന്ന ആൾക്കാർ. അവരോടൊക്കെ സപ്പോർട്ടോട് കൂടെ തന്നെയാണ് ഈ റാങ്കിലെത്തിയത്. അവർക്ക് വളരെ നന്ദിയോടുകൂടെ ഈ സമയത്ത് സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. ജയ് മൈ ലൈഫ്.